എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ സ്പോയിലർ എപ്പിസോഡിലേക്ക് പോയാലോ? അപ്പോൾ നമ്മുടെ സത്യമോളാണെങ്കിൽ ഈ പപ്പിമോളാണ് തന്നെ വിളിച്ചതെന്ന് മനസ്സിലാക്കുന്നു, അച്ഛനായി അഭിനയിച്ച്. അപ്പോൾ അവിടെ പുറകിലൂടെ ചെന്നാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടു മനസ്സിലാക്കിയ സത്യ ആകെ വിഷമത്തിലാവുന്നു. പപ്പിമോൾക്ക് എന്ത് പറയണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലൂടെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറയുന്നു. അതിനുശേഷം സത്യമോൾ പറയുന്നു, അന്ന് സ്കൂളിൽ വന്നത് ആരാണെന്നും എൻ്റെ അച്ഛൻ ആരാണെന്നും എന്തിനാണ് നീ എന്നെ വിളിച്ചതെന്നൊക്കെ പറയണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ പപ്പിമോൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ പപ്പിമോൾ എന്ത് ചെയ്യും, നമ്മുടെ സത്യ അവിടെ നിന്ന് ഓടുകയാണ്, എങ്ങോട്ടെങ്കിലും പോവുകയാണെന്ന് പറഞ്ഞ് ഓടിപ്പോവുകയാണ്. അപ്പം നമ്മുടെ പപ്പിമോൾ പുറകെ നിന്ന് വിളിക്കുന്നുണ്ട്, സത്യ പോകല്ലേ പോകല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ സത്യ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പം നമ്മുടെ ശാലിനിയുടെ അസിസ്റ്റൻറ്റിനെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിലേക്ക്. അപ്പോൾ പുള്ളിക്കാരി സ്കൂളിലെത്തിയപ്പോഴത്തേനും നമ്മുടെ സത്യയെ കാണാനില്ല. അങ്ങനെ അത് ശാലിനിയെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ പപ്പിമോളുമായിട്ട് വഴക്കിട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം ശ്യാമയെ കാണാനില്ല, അവിടുന്ന് ഇറങ്ങിപ്പോയി, എങ്ങോട്ടാണ് പോയെന്ന് അറിയത്തില്ലെന്ന് പറയുകയാണ്. ഇത് കേട്ട ശാലിനിയും ആകെ വിഷമത്തിലാവുന്നു. അപ്പോൾ അമ്മയും ചോദിക്കുന്നു, എന്താ പറ്റി മോളേന്ന്. അപ്പോൾ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ശ്യാമ എങ്ങോട്ട് പോയെന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എല്ലാവരും. അപ്പോൾ എല്ലാവരും ടെൻഷനിലിരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.